ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ട വീഡിയോ ആയിട്ട് തന്നെയാണ്. നമ്മൾ ഓൾറെഡി വോയ ഗെയിംസിൻ്റെ ടെസ്റ്റ് നെറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഗെയിമിംഗ് വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കുമെന്ന്. അതിനുശേഷം നമുക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഗെയിമിംഗ് പാർട്ട് 2 വീഡിയോ എവിടെ, ഗെയിമിംഗ് വീഡിയോ എവിടെ, ഡൈനോ കോയിൻസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട വോയ ഗെയിംസ് പാർട്ട് 2 അഥവാ ക്രാഫ്റ്റ് വേൾഡ് ഗെയിം പ്ലേ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഐ വാസ് പ്ലാനിങ് സംതിങ് സ്പെഷ്യൽ ഫോർ യു. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും ക്രിസ്റ്റൽ പോയിൻറ്റ്സ് മാക്സിമം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾ അതിൻ്റെ ലെവൽസ് കൂട്ടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു 25,000 റാങ്കിനുള്ളിൽ വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. സോ നിങ്ങളുടെ റാങ്കിങ് നിങ്ങൾ മാക്സിമം കൂട്ടാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ടാർഗറ്റ് 25,000 റാങ്കിന് ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ശ്രമിക്കാനായിട്ട്. സോ അത് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. ദെൻ നമുക്ക് അതിനോടൊപ്പം തന്നെ ഗെയിമും കളിക്കാം. ദെൻ ഡൈനോ കോയിൻസും ക്ലെയിം ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് ഗെയിമിലേക്ക് കയറേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുവഴി നിങ്ങൾ കയറുക. ദെൻ ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. നമ്മൾ ടെസ്റ്റ് നെറ്റ് കണക്ട് ചെയ്ത് സെയിം വാലറ്റ് തന്നെ ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഞാൻ അവിടെ മെറ്റാമാസ്ക് ആണ് കണക്ട് ചെയ്തത്, അതുതന്നെയാണ് ഞാൻ ഇവിടെയും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ആവുകയായിരിക്കും. അപ്പോൾ ഇതൊന്ന് ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈം നിങ്ങൾ കൊടുക്കുക, ലോഡായി വരട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഡായിട്ടുണ്ട്. നമ്മളത് ആ ഗെയിമിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ഇതിൽ അവർ ഹാൻഡ് ആരോ കാണിക്കുന്നുണ്ടോ, ഇതിനനുസരിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ആരോയിലെല്ലാം അവർ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. സോ ഞാനത് പറഞ്ഞുതരാം. അതായത് നമ്മളിവിടെ ഒരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുവാണ്. നമ്മുടെ ലിറ്റിൽ ഡൈനോസ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർ നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് ആ ഒരു വർക്കിങ്ങിലൂടെ നമുക്ക് തരും. സോ അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ആ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ ആദ്യം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവിടെ എർത്താണ്. ഈ ഒരു ചെടിയുടെ പോലത്തെ ഒരു സിമ്പിൾ കണ്ടോ. സോ അതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റിലൂടെ നെക്സ്റ്റ് ഫീൽഡ് നമുക്ക് അൺലോക്ക് ആയി വരും. സോ ആ ഒരു ഫീൽഡിൽ നമ്മൾ ഈ ഒരു എർത്ത് കൊടുത്തിട്ട് പുതിയൊരു പ്രോഡക്റ്റൂടെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിസോഴ്സിൻ്റെ പേര് മഡാണ്. അപ്പോൾ ഈ മഡാണ് നമ്മൾ എർത്ത് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും നമ്മുടെ ലെവൽസ് അപ്പ് ആവുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ലെവലിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. നമ്മുടെ ലെവൽസ് അപ്പ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ 3 എർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് മഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ മഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മെഷീൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് 1 എന്ന് പറഞ്ഞ് കാണാം. സോ അവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ, ആ ഒരു ഹാൻഡ് ആരോ കാണിക്കുന്നുണ്ട്. അതായത് നമുക്കിവിടെ അപ്ഗ്രേഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഒരു മെഷീൻസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ എണ്ണവും നമുക്ക് കൂടും. ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ആ ഒരു മെഷീൻ്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ഒരു മഡേ കിട്ടുകയുള്ളെങ്കിൽ നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് മാറ്റുമ്പോൾ അത് 1 എന്നുള്ളത് 2, 3 ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇതുപോലെ നമുക്ക് ഔട്ട്പുട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സും കൂടും എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതായത് 3 എർത്ത് മതിയായിരുന്നു ഫസ്റ്റ് ലെവലിലുള്ള ആ ഒരു മെഷീനിന് വർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ 6 എർത്ത് ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു മെഷീൻ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇതുപോലെ നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ടിൻ്റെ എണ്ണവും ഔട്ട്പുട്ടിൻ്റെ എണ്ണവും കൂടുന്നതായിരിക്കും ആ ഒരു മെഷീൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പം നമ്മളിതിങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് ഇതിലൂടെ ഓരോ റിസോഴ്സസും ഓരോ പ്രോഡക്ട്സും നമുക്ക് കിട്ടുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലെയിം ചെയ്യണം. അതായത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ബാസ്ക്കറ്റിനകത്തേക്ക് വീഴുന്ന പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിന് സമാനമായിട്ടുള്ള പോയിൻറ്റ്സും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു മഡിന് +2 പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. സോ ഈ ഒരു പോയിൻറ്റ്സ് നമ്മുടെ ലെവൽസ് അപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. സോ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി നിൽക്കുന്നത് സെക്കൻഡ് ലെവലിലാണ്. സോ ഈ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാനത് ക്ലെയിം ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാ ഞാനിവിടെ എൻ്റെ ലെവൽ 2 ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ലെവൽ 3യിലേക്കാണ് ഞാനിപ്പോൾ എൻ്റർ ആയിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ലെവൽസ് നമുക്ക് കൂട്ടാം. ഓക്കെ, അപ്പോൾ ലെവൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് പുതിയ കാര്യങ്ങൾ, പുതിയ മെഷീൻസ്, പുതിയ ഫീൽഡ്, പുതിയ കാര്യങ്ങൾ അൺലോക്ക് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ
നമ്മൾ 3rd ലെവലിലേക്ക് ആയപ്പോഴത്തേക്കും നമുക്ക് മഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു മെഷീനേ ഉള്ളായിരുന്നു. ഇപ്പോൾ ദാ 2ാമത്തെ മെഷീനും കൂടെ നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ 2ാമത്തെ മെഷീൻ 1st ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കുമാണ് അതും 2nd ലെവലിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കളിച്ച് മാക്സിമം നിങ്ങളുടെ ലെവൽസ് കൂട്ടുക. അങ്ങനെ നിങ്ങളൊരു 11ാമത്തെ ലെവൽസിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ലെവലിൻ്റെ അടുത്തൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പുതിയ മെഷീൻസും ഫീൽഡും അല്ലാത്ത പുതിയ കുറച്ച് കാര്യങ്ങളിലൂടെ അൺലോക്കായി കിട്ടും. അപ്പോൾ അതൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്കായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ അക്കൗണ്ട്. ഇതിൽ ഞാൻ കളിക്കുന്നതാണിത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പുതിയ ലാൻഡ്സ് ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ഫീൽഡിൽ നിങ്ങൾ എർത്ത് പ്രൊഡക്ഷൻ ചെയ്യുന്നു, 2nd ഫീൽഡിൽ മഡ്, 3rd ഫീൽഡ് ക്ലേ, നെക്സ്റ്റ് ഫീൽഡിലേക്ക് പോകുമ്പോഴത്തേക്കും സാൻഡ്, അതിൻ്റെ അടുത്ത ഫീൽഡിൽ കോപ്പർ, അതിൻ്റെ അടുത്ത ഫീൽഡിൽ സിൽവർ, ദെൻ ലാസ്റ്റ് ഈ ഒരു ഫീൽഡിൽ സ്ക്രൂ ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനമാണ് ഈ ഒരു ലാൻഡിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതുപോലെ നെക്സ്റ്റ് ലാൻഡ് ഉണ്ട്, അടുത്തൊരു ലാൻഡിലേക്ക് നമുക്ക് കടക്കുന്നുണ്ട്. സോ അതിന് മുമ്പായിട്ട് ഈ ഒരു ലാൻഡിൽ തന്നെ ഇനിയും കുറച്ച് കാര്യങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിലൊന്നാണ് മെസ്ട്രി നിങ്ങൾക്ക് ഒരു 10-11 ലെവലൊക്കെ ആകുമ്പോഴത്തേക്കും അൺലോക്കായി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ബോണസ് പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മെസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ പല ഗെയിംസിലും അച്ചീവ്മെൻറ്റ്സ് മെഷീൻസ് കണ്ടിട്ടില്ലേ, അതുപോലെയാണ് മെസ്ട്രി ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ മെസ്ട്രീസ് ഓൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബോണസ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്ഷൻ റിസോഴ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ക്ലേ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് മഡ് ഒരു 10 കൊടുക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് ഈ ഒരു അച്ചീവ്മെൻറ്റ് മിഷൻസ് ക്ലെയിം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു 10 നിങ്ങൾക്ക് ഒരു 6 കൊടുത്താൽ മതിയാവും. അപ്പോൾ അതുപോലെ കൊടുക്കേണ്ട എമൗണ്ടും കുറയ്ക്കാനായിട്ട് ഈ ഒരു മെസ്ട്രി നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ അതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത്. നമുക്ക് തിരിച്ചു പോകാം. അവിടെ റിട്ടേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. സോ നമുക്ക് തിരിച്ചു പോകാം. ദെൻ ഇവിടെ നെക്സ്റ്റ് പറയാനുള്ളതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു റിസോഴ്സുകളുടെയൊക്കെ പേര് കാണാം. അപ്പോൾ ഈ റിസോഴ്സുകളുടെയൊക്കെ പ്രൈസും കാണാം ഇവിടെ നിങ്ങൾക്ക്. അപ്പോൾ ഈ റിസോഴ്സുകളെല്ലാം ഗുഡ് ടു സെല്ലാണോ ഗുഡ് ടു ബൈ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡൈനോ കോയിൻസ് നമുക്ക് നേടാൻ സാധിക്കുമെന്ന്. അതെങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അതിൻ്റെ ആൻസറാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് കൊടുത്തുകൊണ്ട് പകരം നമുക്ക് ഡൈനോ കോയിൻസ് ആയിട്ട് സ്വാപ്പ് ചെയ്തെടുക്കാൻ പറ്റും, അതായത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ എർത്ത് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എർത്ത് മാക്സിമം ഞാൻ കൊടുത്തുണ്ട്, ഏകദേശം 3 lakhൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ ഒരു എർത്ത് ഞാൻ മാക്സിമം കൊടുക്കുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ഡൈനോ കോയിൻസ് നമുക്കിവിടെ സ്വാപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ എർത്ത് മാത്രമല്ല മറ്റ് ഏത് റിസോഴ്സ് വേണമെങ്കിലും കൊടുത്തുണ്ട്, മഡോ ക്ലേയോ സാൻഡോ കോപ്പറോ സിൽവറോ ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൈനോ കോയിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി തിരിച്ചും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഡൈനോ കോയിൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലേയോ മഡോ സിൽവറോ ഒക്കെ വാങ്ങണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. എക്സ്ചേഞ്ച് വഴി സ്വാപ്പ് ചെയ്യുന്ന ഡൈനോ കോയിൻസ് ഒക്കെ തന്നെ റിവാർഡ്സ് ആയിട്ട് ലഭിക്കുന്ന കാര്യത്തിലൊന്നും ഉറപ്പില്ല. കാരണം ഇത് ടെസ്റ്റ്നെറ്റ് ഡൈനോ കോയിൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് വൺസ് എയർ ഡ്രോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും മാത്രമേ നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും നിങ്ങളത് മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതുകൊണ്ട് മറ്റ് ചില ഉപയോഗങ്ങളുണ്ട്. നമുക്ക് വേറെ റിസോഴ്സുകളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. അത് നമ്മളെ ലെവൽസ് അപ്പ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻസിൻ്റെ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ് പേജിൽ പോവുകയാണെങ്കിൽ അവിടെ ഷോപ്പിൽ നിന്ന് നമുക്ക് റിവാർഡ് ബോക്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഈ ഒരു ഡൈനോ കോയിൻസ് നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ ഡൈനോ കോയിൻസ് മാക്സിമം കളക്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോവുകയാണെങ്കിൽ റിട്ടേൺ എടുക്കുകയാണെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒന്ന് വോൾട്ടാണ്. അപ്പോൾ വോൾട്ടിനകത്ത് എന്താണ്, നമുക്ക് കുറച്ച് നമ്മുടെ റിസോഴ്സസ് ഒക്കെ നമുക്കിവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ഇപ്പം എർത്തും വാട്ടറും ഫയറുമാണ് ഉള്ളത്. അപ്പോൾ എർത്തും വാട്ടറുമാണ് എനിക്ക് ഈ ഒരു സെക്ഷനിൽ അൺലോക്ക് ആയിട്ടുള്ളത്. സോ അത് രണ്ടും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മാസ്റ്റർ പീസിൽ നിന്നാണ് കിട്ടുന്നത്. സോ അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ വോൾട്സിൻ്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ മാസ്റ്റർ പീസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് മാസ്റ്റർ പീസ്. അതായത് ഇവിടെ ഓരോ റോക്കറ്റ്സും ബിൽഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു റോക്കറ്റ് കംപ്ലീറ്റ് ആവുന്നത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് ഞാൻ ഈ ഒരു റോക്കറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ് കാണിക്കും. സോ കോൺട്രിബ്യൂട്ട് എടുക്കുക. ഇവിടെ ഈ ഒരു ലിസ്റ്റ് കണ്ടോ, ഓരോ റിസോഴ്സിൻ്റെയും കോൺട്രിബ്യൂഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സാൻഡ്, സിൽവർ, സീ വാട്ടർ ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം കോൺട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ഇത്ര അളവ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 250 മില്യൺ ആണോ അല്ലെ 150 മില്യണൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആവാത്ത പറഞ്ഞാൽ ഞാൻ കാണിച്ചത് ഇത് കണ്ടോ, ഇത് ആൽഗയാണ്. ആൽഗയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇപ്പം നമ്മുടെ കയ്യിൽ ആൽഗ ഉണ്ടെന്ന് കരുതുക, അത് നമ്മൾ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആൽഗയെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ നേരെ സൈഡിലായിട്ട് നമുക്ക് എമൗണ്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു ബോക്സിൽ നിങ്ങളുടെ കയ്യിൽ എത്ര ആൽഗ ഉണ്ടോ അതിൽ എത്ര കൊടുക്കാൻ ഉദ്ദേശിക്കുന്നോ അത് നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. സോ നിങ്ങളവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിവിടെ ലെവൽസ് അപ്പ് ആവും. അതായത് ഇവിടെ എന്താ ട്രഷർ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ട്രഷർ കാണാം. ഈ ഒരു ട്രഷർ എടുക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ലെവൽസ് അപ്പ് ആവുന്നത് കാണാൻ അവിടെ ദാണ്ട് ഒരു ക്രൗണിൻ്റെ സിമ്പിൾ കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ഇവിടുത്തെ ലെവൽ. അപ്പോൾ ഈ ഒരു ലെവൽ നിങ്ങൾക്ക് അപ്പ് ആവുന്നതായിരിക്കും. സോ ഈ ലെവൽ അപ്പാകുന്നതിലൂടെ നിങ്ങൾക്കവിടെ റിവാർഡ്സ് കിട്ടും. 2 തരം റിവാർഡ്സാണ് കിട്ടുന്നത്. ഒന്ന് ടയർ റിവാർഡ്സും പിന്നെ റാങ്ക് റിവാർഡും. ഈ ടയർ റിവാർഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടയർ റിവാർഡ്സിനകത്ത് നമുക്ക് കിട്ടുന്നത് അതിന് നമ്മൾ എത്രത്തോളം ലെവൽസ് അപ്പാവുന്നോ അതിന് സമാനമായിട്ടുള്ള റിസോഴ്സുകൾ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റേതായ റിവാർഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ റിസോഴ്സുകളാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന റിവാർഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു റോവർ പാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൈനോ കോയിൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സോ പാസ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾ പ്രീമിയം ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ ക്യാഷ് മുടക്കേണ്ടി വരും. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ റാങ്ക് റിവാർഡ്സ് ഉണ്ട്. ഇതിൽ നിങ്ങളുടെ റാങ്കിനനുസരിച്ചിട്ടുള്ള റിവാർഡായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്റ്റർ പീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് തിരിച്ച് വോൾട്ടിലേക്ക് തന്നെ ഒന്നുകൂടെ കിടക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വോൾട്ടിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് ക്ലെയിം ചെയ്യുന്നുള്ളത്. അപ്പോൾ മാസ്റ്റർ പീസിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ശതമാനം നമുക്കിവിടെ ക്ലെയിം ചെയ്യാനായിട്ട് കിട്ടും. ഈ റിസോഴ്സുകൾ, അതായത് ഇവിടെ അൺലോക്ക് ആയിട്ടുള്ള റിസോഴ്സുകൾ നിങ്ങൾക്ക് മാസ്റ്റർ പീസിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വോൾട്ടിൽ ഈ ഒരു എർത്തും വാട്ടറും ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വർക്ക്ഷോപ്സ് ആണ്. അപ്പോൾ വർക്ക്ഷോപ്പ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ വർക്ക്ഷോപ്പ് പോയിൻറ്റ്സ് വേണം ഈ ഒരു വർക്ക്ഷോപ്പിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ. അതായത് നമ്മുടെ മെഷീൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെഷീൻസിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് കുറച്ചുകൂടെ ബെറ്റർ ആവാനും കൂടുതൽ പ്രൊഡക്ഷൻ കുറച്ചുകൂടെ സ്പീഡിൽ കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്കിവിടെ വർക്ക്ഷോപ്പ് പോയിൻറ്റ്സ് ആവശ്യമാണ്. അതാണ് ഈ കാണുന്ന ആ ഒരു ചുറ്റികയുടെ ഒരു സിമ്പിൾ കണ്ടോ, അതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇതാ മുകളിൽ ഇങ്ങനൊരു സിമ്പിൾ കാണാം. ഈ ഒരു സിമ്പിൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഇത്ര റിസോഴ്സസ് കൊടുക്കണമെന്നുണ്ട്. ഇവിടെ സാൻഡാണ് ഞാൻ കൊടുക്കുന്നത്. സാൻഡ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ വർക്ക്ഷോപ്പ് പോയിന്റ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും മെഷീൻസ് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ റിട്ടേൺ എടുക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ലാൻഡ് കാണാനായിട്ട് സാധിക്കും. അതായത് അടുത്തൊരു ലാൻഡാണ്. ഈ ഒരു ലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്ത് റിസോഴ്സാണ് ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ആ ഒരു ലാൻഡ് നിങ്ങൾക്ക് ഓപ്പൺ ആകുമ്പോൾ തന്നെ സെലക്ട് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ അതെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസോഴ്സ് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിതാ ഇവിടെ സാൻഡ്, കോപ്പർ ഒക്കെയാണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്വന്തമായിട്ട് റിസോഴ്സുകൾ സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കോപ്പർ പ്രൊഡക്ഷൻ ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ കുറച്ച് പ്രൊഡക്ഷൻ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് കോപ്പർ വേണ്ടായിരുന്നു, കോപ്പറിനേലും കൂടെ നമുക്ക് ആവശ്യം മറ്റെന്തെങ്കിലും ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസോഴ്സ് അവിടെ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കോപ്പറിന് പകരം. സോ അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനാണ് അവിടെ ഒരു ഓറഞ്ച് കളറിൽ ഡബിൾ ആരോ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക്
അവിടെ റിസോഴ്സസ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി തേർഡ് ലാൻഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വാട്ടറാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇത് നമുക്ക് അവർ തരുന്നതാണ്, ഗെയിമിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും, അൺലോക്കായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ പ്രൊഡക്ഷൻ ചെയ്യുന്നു, സീ വാട്ടർ നമുക്ക് കിട്ടുന്നു. ഈ സീ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആൽഗെ പ്രൊഡക്ഷൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് ലാൻഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫയറാണ്. ഫയർ പ്രൊഡക്ഷൻ ചെയ്യുന്നു, ഹീറ്റ് കിട്ടുന്നു. ഇങ്ങനെയാണ് നെക്സ്റ്റ് ലെവൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ വർക്കേഴ്സിനെ കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വർക്കേഴ്സ് നിങ്ങളെ സഹായിക്കും. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്രയും വർക്കേഴ്സ് മാത്രമേ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഔട്ട് ഓഫ് 4 എന്തോ ആണ് നമുക്ക് വർക്കേഴ്സ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു ഫീൽഡിൽ ഞാനൊരു വർക്കറിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ ഫീൽഡിലും വർക്കേഴ്സിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അവർ തന്നിരിക്കുന്ന ആ ഒരു മിനിമലായിട്ടുള്ള എമൗണ്ടിൽ മാത്രമേ നമുക്ക് വർക്കേഴ്സിനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് മാക്സിമം നല്ല രീതിയിലുള്ള പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യുക. എങ്ങനെയാണ് ഡൈനോ കോയിൻസ് ക്ലെയിം ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റ്നെറ്റ് സൈറ്റിൽ കയറി ക്ലെയിം ചെയ്യാനായിട്ട് മറക്കരുത്. അവിടെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ പോയിൻറ്റ്സ് ആയിരിക്കും കിട്ടുക. ഈ ഒരു ക്രിസ്റ്റൽ പോയിൻറ്റ്സ് മാക്സിമം നിങ്ങൾ ക്ലെയിം ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അതും ഞാനിതാ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഗെയിം കളിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റുകളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ഒരു ക്വസ്റ്റ് പേജിൽ. സോ അതുകൂടി നിങ്ങൾ ഡെയിലി ക്ലെയിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അത് നിങ്ങൾ മറക്കരുത്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ കളിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഫോണിൽ കളിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആഡ്സ് കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇതാണ്. നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ആഡ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ ബൂസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ വർക്കിംഗ് പ്രൊഡക്ഷൻ കൂടുന്നതായിരിക്കും അവിടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനാണെങ്കിൽ സ്പീഡിൽ ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് സിസ്റ്റത്തിൽ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഫോൺ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് നിങ്ങൾ ഫോണിൽ കളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നന്നായിട്ട് കളിക്കുക. നല്ല രീതിയിൽ നിങ്ങൾ ലെവൽസ് അപ്പ് ചെയ്യുക, നിങ്ങളുടെ ലെവൽസ് കൂട്ടുക. അത് ടെസ്റ്റ്നെറ്റിലായാലും ശരി, ഗെയിമിങ്ങിലായാലും ശരി, രണ്ടിനും നിങ്ങൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുക. ഓക്കെ, ഇനി ഒപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഒരു ഗീവ് അവേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തരുന്ന പോലെ ഫ്രീ ആയിട്ട് വെറുതെ തരുമല്ല, നിങ്ങളുടെ ഹാർഡ് വർക്കിനാണ് ഞാൻ ഗീവ് അവേ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ക്രാഫ്റ്റ് വേൾഡ് നിങ്ങളെല്ലാവരും കളിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളെല്ലാവരും കളിക്കാൻ തുടങ്ങുമായിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഗെയിം പ്ലേ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നിങ്ങൾ പ്ലേ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ലെവൽ സ്റ്റാറ്റസൂടെ നിങ്ങൾ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലെവൽസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ ലിസ്റ്റിങ്ങോട് അടുപ്പിച്ചിട്ട് നമ്മളൊരു എൻഡ് ഡേറ്റ് പറയുന്നതായിരിക്കും. ഈ ഒരു എൻഡ് ഡേറ്റിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ ലെവൽസ് ഉണ്ടാവുക, അതായത് ആരാണോ ഏറ്റവും കൂടുതൽ ലെവൽ റീച്ച് ആവുക, ആ ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു ഗീവ് അവേ നൽകുന്നതായിരിക്കും. സോ നമ്മുടെ ഗീവ് അവേ മറ്റൊന്നുമല്ല, $30 നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ മാക്സിമം നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ്. ഒപ്പം അതിനായിട്ടുള്ളൊരു പ്രോത്സാഹന സമ്മാനം എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഗീവ് അവേ തരുന്നത്. അപ്പോൾ ഈ ഒരു ഗീവ് അവേയുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം നന്നായിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ കാര്യമൊന്നും നിങ്ങൾ മറക്കണ്ട. ഒപ്പം നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റ്നെറ്റിൻ്റെ പോയിൻറ്റ്സൂടെ ക്ലെയിം ചെയ്യാനായിട്ട് മറക്കുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരെ ബൈ ഗായ്സ്.